അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവരിൽ നിന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുരേഷ് കുമാറാണ് മൊഴിയെടുത്തത്. പരാതിയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ മൊഴിയെടുക്കലിൽ ഇരുവരും ആവർത്തിച്ചു. തങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ഇരുവരും. ഇതിനു പുറമെ 20-ാം തീയതി വൈകിട്ട് 7:54, 8:49 എന്നീ സമയങ്ങളിൽ നിസാം സഹോദരന്മാരെ വിളിക്കാൻ ഉപയോഗിച്ച മൊബൈലിൻ്റെ ഉടമയും നിസാമിൻ്റെ സുഹൃത്തുമായ ഷിബിനെ പോലീസ് ചോദ്യം ചെയ്യും. ഷിബിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. നാളെ വൈകിട്ടോടെ തന്നെ കേസെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം നിസാമിൻ്റെ സുഹൃത്തുക്കളായ ഷിബിൻ, രതീഷ് എന്നിവർ ഇതേ ദിവസം രാവിലെ കണ്ണൂരിലെ ജയിലിൽ നിസാമിനെ സന്ദർശിച്ചിരുന്നു. തുടർന്നാണ് ഇവർ നിസാം സഞ്ചരിച്ചിരുന്ന ബസ്സിൽ യാത്ര ചെയ്തത്. ഈ സമയത്താകാം ഷിബിൻ്റെ ഫോണിൽ നിന്നും സഹോദരന്മാരെ നിസാം വിളിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഇതോടൊപ്പം പോലീസ് സൈബർ സെല്ലിൻ്റെ പരിശോധനയും പൂർത്തിയാക്കി വരികയാണ്. ജയിലിൽ നിന്നും സ്വകാര്യ ഫോണിൽ നിസാം വിളിച്ചിട്ടില്ലെന്ന ജയിൽ DIGയുടെ പ്രസ്താവനയോടെ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചെന്ന കാര്യത്തിലും ഉന്നതതല അന്വേഷണം നടക്കും. ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.